ഒരു ചെറിയ എന്നാൽ ഇച്ചിരി വലിയ ഒരു ആൽബത്തിൻ്റെ അണിയറ പ്രവർത്തനം കൂടാണ് നമ്മളിരിക്കുന്നത്. സരിത രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു കവർ സോങ് ചെയ്യണം. സംഗീതജ്ഞന്റെ മകളായിട്ട് എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നൊരു എപ്പോഴും ഉണ്ട് മനസ്സിലുണ്ട്. അച്ഛന് വേണ്ടിയിട്ട് ഇതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം എന്നുള്ളത്. മലയാളികൾക്കിടയിലേക്ക് ഒരു ഹിന്ദി ആൽബം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. എൻ്റെ അച്ഛനാണ് എന്നെ ഹിന്ദി അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ആൽബം സോങ് ഒക്കെ പാടി ഹിറ്റായ ഒരു മനുഷ്യനാണ്. എൻ ചെല്ലക്കുട്ടിയെ എൻ കണ്ണിൻ മണിയെ നീ കാട്ടും കോപം. ഐ വാണ്ടഡ് ടു റിലേറ്റ് ഹെർ ടു ഹെർ ഡാഡ് ഓൾസോ. ലവ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. എല്ലാ ദിവസവും എനിക്കിങ്ങനെ വോയിസ് നോട്ട് പാടി അയക്കായിരുന്നു. ബോംബെയിലുള്ള ഏതോ നല്ല ആർട്ടിസ്റ്റ് എനിക്കൊരു എന്താ പറയാ ഹിന്റെ അമ്മയെന്നുള്ളൊരു ഭാവം വരുന്നത്. ജലേബി ബേബി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഹിറ്റ് ആയത് ആക്ച്വലി അതിന് വിഷ്വൽ ഇല്ല. ഞങ്ങളെ പഠിപ്പിച്ചത് വീട് വെച്ചതൊക്കെ സംഗീതത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ അതിന് നമസ്കാരം. ഒരു ചെറിയ എന്നാൽ ഇച്ചിരി വലിയ ഒരു ആൽബത്തിൻ്റെ അണിയറ പ്രവർത്തനം കൂടാണ് നമ്മളിരിക്കുന്നത്. മലയാളികളാണ്, പക്ഷേ ആൽബം ഹിന്ദിയിലാണ്. അതെ, ഖോ ജാവു എന്ന ആൽബത്തിൻ്റെ അണിയറ പ്രവർത്തനമായിട്ട് നമുക്ക് കുറച്ച് നേരം പങ്കിടാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡയറക്ടറിൽ നിന്നും തുടങ്ങാം. പിന്നെ ജോഷി മേടയിൽ, അതെ, നിരവധി സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഖോ ജാവു? ഖോ ജാവു എന്ന ആൽബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങളിങ്ങനൊരു ചർച്ചയിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സരിത രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു മോഡൽ വിളിക്കും, അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ സരിത എന്നെ വിളിക്കുന്നു. സരിത വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും സരിതയും തമ്മിലൊരു 2017 തൊട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. അതിൽ കൂടുതലായിട്ട് ഞാനും സരിതയും നാട്ടിൽ നെയ്ബേഴ്സാണ്. ഞങ്ങളൊരു 3 കിലോമീറ്റർ അടുത്തടുത്താണ് താമസിക്കുന്നത്. ചങ്ങനാശ്ശേരി എന്നാണ് ആ സ്ഥലം. അപ്പോൾ എന്നോട് സരിത ആവശ്യപ്പെട്ടത്, സരിത ജോഷി എനിക്കൊരു കവർ സോങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു പാട്ട് ഞാൻ ചോദിച്ചു, സരിത എനിക്ക് പാട്ടൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ സരിത എനിക്ക് അയച്ചു തരുമ്പോൾ പാട്ട് ഞാൻ സരിത ഹിന്ദിയിലാണല്ലോ പാട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സരിത ഹിന്ദി പാട്ടാണ് ചെയ്തേക്കെന്ന് പറഞ്ഞു. ജസ്സിനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടം തോന്നി. അതൊരു കവർ സോങ്ങായിട്ട് ചെയ്യാനോന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ചെറിയൊരു ഒരു മ്യൂസിക് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം എന്നോട് ജോഷി അതൊക്കെ ഭയങ്കര വലിയ ബഡ്ജറ്റ് പരിപാടിയല്ലേ, ജോഷിനെ അങ്ങ് മാറ്റണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, നമുക്കൊരു അറ്റംപ്റ്റ് നടത്തിയാലോ. കാരണം ഇങ്ങനെ നല്ലൊരു സോങ് വെറുതെ ഒരു കവർ സോങ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ഒരു വിഷ്വലി അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോ പോലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ രസമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് സരിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സരിത പറഞ്ഞു ശരി നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിനി അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം, അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ അപ്പം DOP ഇനി അടുത്ത അതിൻ്റെ ഓരോ ടെക്നീഷ്യൻസിനെ വേണമല്ലോ, അപ്പോൾ ക്യാമറമാനെ അന്വേഷണം തുടങ്ങി. അങ്ങനെ നമുക്കൊരു നല്ലൊരു DOPനെ കിട്ടി, RR വിഷ്ണു ഒത്തിരി പരസ്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ പ്രൊഫൈൽ എനിക്ക് സരിത അയച്ചു തന്നു. ഞാനത് അയച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് തന്നെ ഞാൻ സരിതയോട് ഞാൻ നമ്പർ തരുമെന്ന് വെച്ച് സരിത നമ്പർ ഇട്ടുവന്നു. ഞങ്ങൾ രാത്രി വിളിച്ചു. ഞാൻ വിഷ്ണു കൂടെ എനിക്കൊന്ന് രാത്രി 2 മണിക്ക് വൈറ്റിലയിൽ ഒരു ചായക്കടയിൽ ഞങ്ങൾ മീറ്റ് ചെയ്തു. കാരണം നമുക്ക് ആ ഒരു പാട്ടിനോട് അത്രയ്ക്കും ഇഷ്ടം തോന്നി. വിഷ്ണുവിന് അയച്ചു കൊടുത്തു. വിഷ്ണു അത് കേട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ രാത്രി ഇരുന്ന് വൈറ്റിലൊരു ചെറിയൊരു ചായക്കടയിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് അന്ന് തൊട്ട് ഞങ്ങളതിൻ്റെ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ചേട്ടാ, നമ്മളോരോ റെഫറൻസുകളൊക്കെ എടുത്ത്. അപ്പോഴാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഒരു മെയിനൊരു ഘടകമാണ്. കാരണം വിഷ്വലി നമുക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻസും പിന്നെ നമുക്ക് ഒരു ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പല ടെറൈനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ നമ്മുടെ അടുത്താണ് ആ ഒരു ദിവസമുള്ളൂ ഷൂട്ട് ചെയ്യാൻ. ആ ഒരു ദിവസം കൊണ്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ ചെയ്യണം. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് അടുത്ത് ഉള്ളത് വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അങ്ങനെ അവിടെ പോയി വാഗമണ്ണാണ് ഞങ്ങൾ തലേദിവസം പോയി ലൊക്കേഷൻ കണ്ടു.
ലൊക്കേഷൻ കണ്ടു. അല്ല, നമ്മളൊരു വെളുപ്പിനെ പോയി. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി. സരിതിനെ ചോദിച്ചു. അപ്പം നമ്മൾ സരിത വിളിക്കുമ്പം നമുക്ക് ഒരുപാട് ദിവസമൊക്കെ ഉണ്ടല്ലോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ പ്ലാനൊക്കെ ചെയ്ത് ജോഷി മേഡയിൽ സരിത പറയുമ്പോൾ ഇത് കാണുന്നവർക്ക് സരിത ആരാണെന്നൊരു അതെ സരിത രവീന്ദ്രൻ രവീന്ദ്രനാഥ്, തെക്കുടിത്താനം രവീന്ദ്രൻ സാറിൻ്റെ മകൾ, കർണാടിക് മ്യൂസീഷ്യനായിരുന്നു. സാറിൻ്റെ 15 വർഷമായി സാറ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട്. എന്താണ് ഇത്രയും ലേറ്റായി ഒരു ആൽബം ഇറക്കാൻ? ആക്ച്വലി അങ്ങനെ ഒരു ആൽബം എന്നുള്ളൊരു സംഭവമൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ കോളേജിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പാട്ടിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്, ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ, ലളിതഗാനം അങ്ങനെയൊക്കെ. അല്ലാതെ ഞാൻ വലിയൊരു സിംഗറൊന്നും അല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ച് 15 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒട്ടും തന്നെ ആ ഒരു ഏരിയയിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ജോലി, മാരേജ് അങ്ങനെയൊക്കെ ആയിട്ട്, കുട്ടി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഈ ഒരു സംഗീതം എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ ടീച്ചറാണ്, ഞാൻ ഡാൻസ് ചെയ്യും, എന്താ പറയുക, എഴുതും. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അച്ഛൻ്റെ ഒരു സംഗീതജ്ഞൻ്റെ മകളായിട്ട് എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നൊരു എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇനി ഒരു പാട്ട് പാടുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുവാണെങ്കിൽ എന്തായാലും അത് അച്ഛന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ള എൻ്റെ ഒരു മൈൻഡിലുള്ളൊരു പേഴ്സണൽ, ഒരു ഇമോഷണലി ഉള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും അല്ല കേട്ടോ, ഒരു 5 വർഷമായിട്ട് അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഇങ്ങനെ ജസിൻ്റെ ഈ സോങ് ഒക്കെ ഹിറ്റായി. ജസിനെ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് ജസിനെ പരിചയമൊന്നുമില്ല. പിന്നെയാണ് ഇങ്ങനെ ഒരു സോങ്ങിൻ്റെ കാര്യം വന്ന സമയത്ത് ഒരു 4 മാസം മുന്നേ ജസിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എനിക്കൊരു സോങ് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഹിന്ദി സോങ് വേണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു, കാരണം എൻ്റെ ഹിന്ദി ലിറ്ററേച്ചറാണ്. അപ്പം അങ്ങനെ ഹിന്ദി സോങ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജസിനാണ് എനിക്ക് സോങ് തന്നത്. അപ്പോൾ ആക്ച്വലി അച്ഛൻ മരിച്ചത് ഡിസംബർ 24 മരിച്ചത്. അപ്പോൾ അത് 15th ഒരു ഡെത്ത് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു, ഈ കഴിഞ്ഞ 25th. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡിസംബർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഒരു മാസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആ മാസം തന്നെ അച്ഛന് വേണ്ടിയിട്ട് ഇതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഒരു പേഴ്സണലി. അപ്പോൾ അതിങ്ങനെ കണക്റ്റഡായി വന്നതാണ്. അതെ. അപ്പോൾ ഇതിൽ മെയിൻ ഒരു മ്യൂസീഷ്യനാണല്ലോ, ജസ് ജോർജാണ് ഈ പടത്തിൻ്റെ റിലിക്സും എല്ലാം ചെയ്തിരിക്കുന്നത്. നേരത്തെ കുറേ ആൽബങ്ങൾ അല്ലേ, താങ്കളുടെ കുറേ ആൽബങ്ങൾ ഹിറ്റായിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഹിന്ദി ആൽബം ചെയ്യുമ്പോൾ താങ്കൾക്കുണ്ടായ ഒരു? ഞാൻ ആക്ച്വലി ജനിച്ചു വളർന്നത് ഒരു 4th വരെ മുംബൈയിലായിരുന്നു. സോ നാച്ചുറലി ഒരു ഹിന്ദി സോങ്സ് ഇഷ്ടമാണ്. ഐ മീൻ ചെയ്യാനും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് സംഭവം ചെയ്യണം. അപ്പം സരിത ഇങ്ങനെ ഒരു ഇത് തോട്ട് പ്രോസസ് പറഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദി സോങ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഓക്കെ, ഇതിലൊരു ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റുമല്ലോ, ഒരു സോങ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവമാണ്. അപ്പം അതിലൊരു റഫ് ലിറിക്സ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരണം. അങ്ങനെ ലിറിക്സ് കറക്റ്റ് ചെയ്ത് ഇതായപ്പോഴത്തേനും അതിന് ട്യൂൺ ഇട്ടു. അങ്ങനെയാണ് സോങ്ങിലേക്ക് വന്നത്. നമുക്കൊരു അറൗണ്ട് 1 വീക്ക് എടുത്തു നമ്മൾ സോങ് ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ. അപ്പോൾ ഹിന്ദി ലിറ്ററേച്ചറാണ്, താങ്കൾ പാട്ട് പാടും, അഭിനയിക്കും, പിന്നെ മിസ്സസ് കേരള ഗ്ലോബൽ വിന്നറാണ്. അപ്പോൾ ഒരു 3-4 എല്ലാവരും കൂടെ സകലകലാ വല്ലഭ എന്ന രീതിയിലാണ് പറയുന്നത് അല്ലേ? ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എല്ലാത്തിലും വലിയ ടാലന്റഡ് ഒന്നും അല്ല. എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കുറച്ചൊക്കെ ഉണ്ട്. അല്ല, ഞാൻ വിചാരിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുപാടും ഉള്ള ഒരുപാട് അറിവുള്ളവരും കഴിവുള്ളവരും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്നവർ തന്നെ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി വന്നു. അപ്പം ഞാൻ ആ സാഹചര്യം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഉപയോഗിക്കാം. അതുകൊണ്ടാണ്. ഇത് കേരളമാണ്, നമ്മളെല്ലാം മലയാളികളാണ്. അപ്പോൾ ഈ ഒരു ആശയം വരുമ്പം എന്തുകൊണ്ട് നമ്മൾ മലയാളികൾക്കിടയിലേക്ക് ഒരു ഹിന്ദി ആൽബം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു? നിങ്ങൾ എന്താണ് അതിലുള്ള ഒരു മോട്ടിവേഷൻ? ആക്ച്വലി ഞാനൊരു ഹിന്ദി അധ്യാപികയാണ്. ഞാൻ BA, MA, MPhil, PhD ഇപ്പോൾ ഈ വരുന്ന 23rd എൻ്റെ ഓപ്പൺ ഡിഫൻസ് വരിക. എനിക്ക് ഹിന്ദി എൻ്റെ എല്ലാമാണ്. എൻ്റെ അച്ഛനാണ് എന്നെ ഹിന്ദി അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ എനിക്ക് ഹിന്ദിയോട് ഭയങ്കര കണക്ഷനാണ്. പിന്നെ ഞാൻ മെയിൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഹിന്ദി തന്നെ ചൂസ് ചെയ്തു. കാരണം ഞാൻ മാത്സ് പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദിയിലേക്ക് വന്നു. ലിറ്ററേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഹിന്ദിയാണ് ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ഹിന്ദിയോട് ഭയങ്കര സ്നേഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ഹിന്ദി സാഹിത്യകാരന്മാരൊക്കെ ഉണ്ട്. ആ ഹിന്ദി
പ്രദേശമാണല്ലോ നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക. അവിടെയൊക്കെ അവിടെയും വരട്ടെ, ഹിന്ദി വരട്ടെ, ആൾക്കാർ കേൾക്കട്ടെ. അപ്പോൾ ഇതിൽ പാടിയേക്കുന്നതും സരിതയാണ്. അപ്പം നമുക്ക് 2 വരിയിൽ നിന്നും ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? तेरी आँखों में मैं खो गई, तेरे दिल में मैं समा गई, तेरा हर एक लम्हा है प्यारा, तेरे बिना दूरी है सारा, तेरी मुस्कान है जादू, तेरे बिना कैसे जियो मैं अब तो. വെരി ഗുഡ്. എന്നിട്ടാണ് പാടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ സരിതയുടെ പാട്ട് കേട്ടു. പക്ഷെ സരിതയുടെ അടുത്തിരിക്കുന്ന ഒരാൾ ആൽബം സോങ് ഒക്കെ പാടി ഹിറ്റായ ഒരു മനുഷ്യനാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ആൽബം ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞൊരു ഹിറ്റ് പാട്ടുകൾ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. யாரிவளோ கண் தேடியதோ காத்திருந்த என் காதலியோ கண்களுக்குள் தென்றலிதோ பார்த்ததுமே மின்சாரமிரோ என் செல்ல குட்டியே என் கண்ணின் மணியே நீ காட்டும் கோபம் காதல் என்று உன்னை கட்டி அழக்க ஒரு முத்தம் கொடுக்க என் நெஞ்சம் தவிக்க ஓ ஓ ஓ ஓ ra 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 വെരി ഗുഡ്. എനിക്ക് ചോദിക്കാനുള്ളത് സരിതയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ഒരു ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ ആണ് അല്ലേ? അപ്പം പ്രൊഡ്യൂസർ എന്ന രീതിയിലേക്ക് നിങ്ങൾ എല്ലാം കൂടിയാലോചിച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻസ്, കോസ്റ്റ് എഫക്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു താങ്കളുടെ ഫാമിലിയിൽ നിന്നുള്ളൊരു ഒരു സപ്പോർട്ട്? സത്യം പറയണോ കള്ളം പറയണോ? ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്നുള്ളൊരു കാര്യം വന്നപ്പോഴാട്ടോ. അതായത് പൊതുവേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ച് വന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഭർത്താവ് നമ്മളങ്ങനെ, ഞാൻ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ടും അങ്ങനെ ആയിരുന്നില്ല. പുള്ളിക്കാരൻ പറയണത് കോട്ടയത്തുനിന്ന് കല്യാണം കഴിച്ചത്, കോട്ടയംകാർ ഭയങ്കര ബോൾഡാണ്, അതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ, ഞാനിപ്പോൾ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ സാഹചര്യങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യം, അതെനിക്ക് ഭയങ്കര അനുകൂലമായിട്ട് വന്നത് എൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ അങ്ങനെ ഭയങ്കര സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ പ്രൊഡ്യൂസർ എന്നുള്ള വന്ന കാര്യം. അത് വന്നപ്പോഴും പുള്ളി പറഞ്ഞു നീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ചെയ്തതാ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിലേക്കേ ഇല്ലായിരുന്നു. എനിക്കൊരു പാട്ട് പാടണം എന്നൊരാഗ്രഹമാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ബാക്കി വിഷ്വലിനൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ജസിൻ പറഞ്ഞത് അത് ഭയങ്കര നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നതാണ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് എടുപ്പിക്കാം എന്നൊക്കെ ഉള്ളൊരു ധാരണയായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ജോഷിയിലേക്ക് എത്തിയതും പിന്നെ ഭയങ്കര സംഭവമായി മാറി. അതെ 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 പിടിച്ചാക്കി. ഇതിൻ്റെ വരികൾ എഴുതിയത് ജസിനാണ്. അപ്പം ജസിൻ ഈ വരികൾ എഴുതുമ്പോൾ ഇതിന് ഒരു സാറിന് ഒരു കവിത എഴുതുമ്പോൾ അത് പ്രണയമാകാം, ചിലപ്പോൾ അതിൻ്റെ കുടുംബാന്തരീക്ഷങ്ങളെ വെച്ചായിരിക്കും. താങ്കൾ ഈ പ്രണയം ആണോ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? ഇതിന് ഈ ഇപ്പം നമ്മൾ സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം എനിക്ക് ആക്ച്വലി ഇതിൽ വരികളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോജാവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് യു ആർ ലോസ്റ്റ് ഇൻ സമ്മൺ. സോ എനിക്ക് ഐ വാണ്ടഡ് ടു റിലേറ്റ് ഹെർ ടു ഹെർ ഡാഡ് ഓൾസോ ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ അതെനിക്ക് ഈവൻ സോ യുനോ റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ അതിൻ്റെ വരികൾ വരുമെങ്കിലും അതിൻ്റെ ഹിഡൻ മീനിങ് ഇതും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് അതും കൂടി ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇതിനകത്ത്. സോ അത് ഞാൻ എഴുതി വന്നപ്പം അങ്ങനെ ഒരു എനിക്ക് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യാവുന്നൊരു സംഭവം തോന്നി. അതായത് നമുക്ക് ഇപ്പോൾ ഒരു അച്ഛനോട് തോന്നുന്ന സ്നേഹവും മറ്റേ ലവ് എന്ന് പറയുന്ന അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ നമുക്ക് നേച്ചറിൽ. അപ്പോൾ ആ ഒരു ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു ഈ വരി എഴുതാൻ തോന്നിയത്. പിന്നെ അത് കറക്ഷൻ ഞാൻ പറഞ്ഞു
ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. കാരണം എനിക്ക് നമ്മൾ ഒരു ലാംഗ്വേജ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് കറക്റ്റ് നമ്മളെപ്പോഴും ഗ്രാമർ കറക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇന്ത്യയിൽ നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പം അത് ഞാൻ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചു. ഈ ഗാനം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളും തമ്മിലാണ് ഇതിൻ്റെ ലിറിക്സ് എല്ലാം ശരിയാക്കിയത്, കാരണം അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് മ്യൂസിക് ചെയ്തതും ജസിനാണ്. പക്ഷേ ഇതിന് ഇങ്ങനെ ലൊക്കേഷൻ, അപ്പം ഇത് ഒരു ഹിന്ദി സോങ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഏത് ലൊക്കേഷനിലേക്ക് പോകണമെന്ന് ആരാണ് സജസ്റ്റ് ചെയ്തത്? വാഗമൺ നിങ്ങൾ ചെയ്തത് വാഗമണ്ണാണ്. എനിക്ക് ലൊക്കേഷൻ്റെ സജഷൻ ഒന്നുമില്ല. ഞാൻ ആക്ച്വലി സോങ്ങിൻ്റെ ഒരു ഇത് എങ്ങനെ വേണമെന്നുള്ള സംഭവമായിരുന്നു. ഇപ്പം ലൊക്കേഷനൊക്കെ എനിക്ക് തോന്നുന്നു ഇവര് തന്നെ ഞങ്ങള് തമ്മിലാണ് ഡിസ്കഷൻ നടത്തിയത്. ജസ്റ്റ് ഇതിന് വിഷ്വൽസ് എടുക്കണം എന്നുള്ള ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മള് ഞാൻ നോർമൽ ഒരു DSLR ക്യാമറയിൽ എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് അല്ല, ഇപ്പം പറയുമ്പോൾ ലൊക്കേഷനിലേക്ക് പോകും. നിങ്ങൾ വാഗമൺ എന്നല്ല എത്തിപ്പെടാനുള്ള സ്ഥലം. സാറിന് ഒരുപാട് ലൊക്കേഷൻസ് മൂന്നാർ ഉണ്ട്, വാഗമൺ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വാഗമൺ തന്നെ ചെയ്യണമെന്നുള്ള ഒരു വാഗമൺ ചെയ്യാൻ മെയിൻ കാരണം ജോഷി പറഞ്ഞിട്ടാണ്. ഞാൻ ആക്ച്വലി മാരാരിക്കുളം ബീച്ച് അവിടെ സൈഡൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അവിടെ ഒരു ഫ്രെയിം വെച്ചുകൊണ്ട് ഒരിക്കലും ഇത്ര ഒരു 2.25 മിനിറ്റുള്ള ഒരു സോങ് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ജോഷി പറഞ്ഞു. അത് ഭയങ്കര ബോറായിരിക്കും. അപ്പം പിന്നെ നമുക്ക് ഒരു ദിവസത്തെ, പിന്നെ ഞങ്ങൾ ഭയങ്കര ഷോർട്ട് പീരീഡിലാണ് ഇത് ചെയ്തത്. പാട്ട് റെക്കോർഡ് ചെയ്തതും നമ്മൾ ഷൂട്ട് ചെയ്തതും ഒക്കെ ഭയങ്കര ഷോർട്ട് പീരീഡിലാണ്. ഏകദേശം ഒരു 5 ദിവസമൊക്കെ കഷ്ടിയേ കിട്ടിയിട്ടുള്ളൂ. 5 ഇവന്റ്സിന് ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലോഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു പറഞ്ഞു. ടാർഗറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തതാണ്. ഷൂട്ടിന് വേണ്ടിയുള്ള ഫൈനൽ തലേദിവസം അതായത് ഞാൻ അതിന്റെ 2 ദിവസം മുന്നേ ആണ് പാട്ട് റെക്കോർഡ് ചെയ്ത് തന്നെ ചെയ്തത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പാട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ എൻ്റെ വോയിസ് എനിക്ക് ഫീമെയിൽ ഇതിലേക്ക് കേൾപ്പിക്കണമല്ലോ. ഞാനത് എൻ്റെ വോയിസ് AI ആക്കിയിട്ട് ഫീമെയിൽ ആയിട്ട് കേൾപ്പിക്കുന്നത്. അപ്പോൾ സരിത ഇത് കേട്ടോടെ തന്നെ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ വരിയായിട്ട് ആദ്യം പഠിച്ചു നോക്കാം. ലൈക്ക് സിൻസ് യു ആർ ബിഗിനിങ് ടു റെക്കോർഡിങ്, അതായത് റെക്കോർഡിങ് ഇതുവരെ സ്റ്റുഡിയോയ്ക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് അവിടെയും ഒരു എന്താ പറയുക ഒരു പ്രശ്നം നമുക്ക് തോന്നിയ സംഭവമാണ്. പക്ഷേ ഞാൻ ആലോചിച്ച ലെറ്റ് ഇറ്റ് ടേക്ക് ടൈം. അതിനൊരു എന്തൊരു സോങ്ങിന് ഒരു ഇൻവോൾവ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനൊരു ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ടാവും. അപ്പോൾ അവരവരുടെ ഒരു പുഷ് അവർ ചെയ്യട്ടെ എന്നുള്ള സംഭവത്തിൽ നമ്മൾ അറൗണ്ട് 3 ഓരോ വരികൾ ഞാൻ പറഞ്ഞു പാടി അയക്കാൻ പറഞ്ഞു. ഫോണിൽ കൂടെ തന്നെ പാടി എനിക്ക് അയക്കാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടി. സോ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് പോകാം. അങ്ങനെ ഒരു അറൗണ്ട് 1 വീക്ക് അല്ലേ, 1 വീക്ക് എല്ലാ ദിവസവും എനിക്കിങ്ങനെ വോയിസ് നോട്ട് പാടി അയക്കായിരുന്നു. ഫോട്ടോ വെച്ച് അതെ. കാരണം അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അതിനിടയ്ക്ക് വേറൊരു വിറ്റുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ ആരാ സിംഗർ. അപ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ AI സോങ്ങാണ് ഞാൻ കേൾക്കുന്നത്. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഡയറക്ടർ ചോദിച്ചു, എടാ ആരാ പാട്ടൊക്കെ പാടി? ബോംബെയിലുള്ള ഏത് നല്ല ആർട്ടിസ്റ്റാണ് പാടി. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് സരിത പറയുന്നത് AI പാടിയതാണ്, ജെസിൻ്റെ സൗണ്ട് AI പാടിയതാണ് അറിയുന്നത്. എനിക്ക് കൂടുതൽ പാട്ട് പാടണമെങ്കിൽ ഫീമെയിൽ വോയിസ് ആകുമ്പോൾ കൂടുതൽ കണക്റ്റഡ് ആവില്ല നമുക്ക്. കാരണം നമ്മൾ ഞാൻ സാധാരണ സിംഗേഴ്സിന് ഇപ്പോൾ ഫീമെയിൽ സിംഗേഴ്സിന് നമ്മൾ അയക്കുമ്പോൾ നമ്മുടെ റേഞ്ച് അവർക്ക് കണക്റ്റ് ആവില്ല. ബിക്കോസ് നമ്മുടെ മെയിൽ റേഞ്ച് വേറെയാണ്, ഫീമെയിൽ റേഞ്ച് വേറെയാണ്. അപ്പോൾ കണക്റ്റ് ആവില്ല. അപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ AI വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അയക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. നമുക്ക് ഓൾറെഡി അതിനകത്ത് ന്യൂആൻസസ് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും. അതെ. അപ്പോൾ അത് കേട്ട് അങ്ങനെ പാടി എനിക്ക് തോന്നാൻ അത് തന്നെ തെളിഞ്ഞു. സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിരുന്നു. സോ അറൗണ്ട് 2 hours റെക്കോർഡിങ്ങിൽ തീർന്നു സംഭവം.